നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കപ്പ കൊണ്ട് തയ്യാറാക്കാവുന്ന 3 വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ആദ്യം നമുക്കൊരു കപ്പ ഷേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഏകദേശം 250 ഗ്രാമോളം കപ്പ എടുത്ത് ചെറുതായി മുറിച്ച് വേവിക്കുകയാണ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഉപ്പിടാതെ വേണം വേവിച്ചെടുക്കാൻ. വേവിച്ച കപ്പയിലെ വെള്ളം ഒഴിവാക്കിയിട്ട് കപ്പ നമുക്കൊരു സ്പൂണ് കൊണ്ട് ഉടച്ചു വെക്കാം. ഇനി ഒരു ജാറിലേക്ക് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാലിട്ട് കൊടുക്കാം. പിന്നെ വേവിച്ച് ഉടച്ചു വെച്ച കപ്പയും പൊടിച്ചു വെച്ച അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതപ്പം നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കുറച്ച് ചോക്ലേറ്റും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കപ്പ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കപ്പ കട്ട്ലേറ്റ് തയ്യാറാക്കാം. അതിനായി ഞാൻ 250 ഗ്രാം കപ്പ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ളതാണിത്. ഇതോടൊപ്പം തന്നെ ഒരു സവാള, ഒരു പച്ചമുളക്, 3 വെളുത്തുള്ളി, അല്പം മല്ലിയിലയും നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി പച്ചമുളക് ഇടാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കപ്പയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ കപ്പയും കൂടി ചേർത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ച് തണയാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. കപ്പ തണഞ്ഞിട്ടുണ്ട്. ഇനി അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുഞ്ഞുരുളകളാക്കിയെടുത്ത് ഇതാ ഞാൻ ഇങ്ങനെ പരത്തിയെടുക്കുവാണ്. എല്ലാം ഒന്ന് ഇതേപോലെ പരത്തിയെടുക്കുവാണ്. മുട്ടയ്ക്ക് പകരം ഞാനിവിടെ 2 സ്പൂൺ അരിപ്പൊടി അല്പം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പരത്തി വെച്ചത് ഓരോന്ന് അരിപ്പൊടിയുടെ മിക്സിലും ബ്രെഡ് ക്രംസിലും മുക്കിയ ശേഷം തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പം നല്ല മൊരിഞ്ഞ കപ്പ കട്ട്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കപ്പ പുഡിംഗ് കൂടി തയ്യാറാക്കാം. അതിനായി 2 ഗ്ലാസ് പാല്,
ഒരു ചെറിയ കപ്പ, 1/4 കപ്പ് പഞ്ചസാര, 2 ടീസ്പൂൺ കോൺഫ്ലവർ, അല്പം വാനില എസൻസ് ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഉപ്പ് ചേർക്കാതെ കപ്പ വേവിച്ചെടുക്കണം. അതിനുശേഷം വെള്ളം കളഞ്ഞിട്ട് അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഒരു പാനിൽ പാലൊഴിക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ച് അധികം എടുക്കേണ്ടി വരും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ പുഡിങ്ങിന് മധുരം കുറഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചധികം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കപ്പ ചേർത്തിളക്കാം. ഇപ്പോൾ ഇതിന് കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അല്പം കൂടി കട്ടി കിട്ടാനായിട്ട് ഞാൻ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു ഫ്ലേവറിനായിട്ട് ഏതെങ്കിലും ഒരു എസൻസ് ചേർക്കാം. ഞാൻ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇനി എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ ചൂട് താനാനായിട്ട് വയ്ക്കാം. അപ്പോഴേക്കും ഞാൻ അല്പം ചെറിയും കാഷ്യൂ നട്ട്സും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊന്ന് പാകമാവാനായിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ 3 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.